കൊല്ലം കൊട്ടിയത്ത് ഇന്ന് CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ്. കൊട്ടിയം ധവളക്കുഴിയിൽ NSS പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 450 പ്രതിനിധികൾ ഉണ്ടാകും. കണ്ണൻ നായർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ ധവളക്കുഴി കൊട്ടിയം അവിടെ നിന്നാണല്ലോ ഈ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്. മാത്രമല്ല കണ്ണൻ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ കൊട്ടിയം എന്ന് പറയുമ്പോഴും ധവളക്കുഴി എൻ്റെ വീട്ടിൽ നിന്നും ചുരുങ്ങിയതൊരു 1.5 കിലോമീറ്റർ അപ്പുറത്താണല്ലോ എന്നുകൂടി ആലോചിക്കുകയായിരുന്നു. 450ഓളം പേരാണ് പങ്കെടുക്കുന്നത്. കനത്ത വിഭാഗീയത നിലനിൽക്കുന്ന ജില്ലയിലാണ് ഈ സമ്മേളനം എന്നതും ശ്രദ്ധേയമാണ്. വിശദാംശങ്ങൾ പറയൂ കണ്ണൻ. CPM അണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവകാലം എന്ന് പറയാം CPM സമ്മേളനങ്ങളെ. അതിൻ്റെ ഒരു ജില്ലാ സമ്മേളനങ്ങളുടെ തുടക്കമാണ്. സംസ്ഥാനത്ത് തന്നെ ആദ്യ ജില്ലാ സമ്മേളനമാണ് കൊല്ലം ജില്ലയിൽ ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ സമ്മേളനം കൊല്ലം ജില്ലയിൽ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് CPM പോളിറ്റ് ബ്യൂറോ അംഗവും കൊല്ലത്തുകാരനും കൂടിയായിട്ടുള്ള MA ബേബിയാണ് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരണം നടത്തും. പിന്നീട് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഒരു 1.5 ദിവസം. അതിനുശേഷം ജില്ലാ കമ്മിറ്റിയുടെ മറുപടി ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെ ബാധിക്കുന്ന വിഷയങ്ങളുടെ മറുപടി സംസ്ഥാന സെക്രട്ടറിയും നൽകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പൂർണ്ണമായും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റന്നാൾ 12-ാം തീയതി വൈകിട്ടാണ് ഇവിടെ പൊതുസമ്മേളനം നടക്കുന്നത്. അത് MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മോദി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. കാര്യം നമ്മൾ കണ്ടതാണ്, ഏറ്റവും കൂടുതൽ ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായ ഒരു ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. അത് കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിൽ ഒട്ടുമിക്ക ഏതാണ്ട് 10 ലോക്കലുകളിൽ ഏതാണ്ട് 7 ലോക്കൽ സമ്മേളനങ്ങളിലും കടുത്ത വിഭാഗീയത ഉണ്ടായി, കയ്യാങ്കളി ഉണ്ടായി. അവിടേക്ക് എത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ അടക്കം പൂട്ടിയിടുകയും അതുപോലെ തന്നെ അവർക്കെതിരെ മുദ്രാവാക്യമിടികൾ ഉണ്ടാവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ എത്തി ഏരിയ കമ്മിറ്റിയെ പൂർണ്ണമായും ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം സുസൻ കോടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഗോപൻ, അതുപോലെ തന്നെ PR വസന്തൻ അടക്കം 4 പേർ മാത്രമായിരിക്കും കരുനാഗപ്പള്ളിയിൽ നിന്ന് പങ്കെടുക്കുക. ബാക്കിയുള്ള ഏരിയ കമ്മിറ്റിയിൽ നിന്ന് സമ്മേളനത്തിലേക്ക് തെരഞ്ഞെടുത്ത പ്രതിനിധികളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ചർച്ചയാകാൻ പോകുന്ന വിഷയം കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത തന്നെയാണ്. കുറേയേറെ കാലമായി കരുനാഗപ്പള്ളിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ജില്ലാ കമ്മിറ്റിയിൽ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ജില്ലാ നേതൃത്വം ഇടപെടണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ജില്ലാ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ള ഒരു വിമർശനമുണ്ടാകും മറ്റ് ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല, നിഷ്ക്രിയമാണ് എന്നുള്ള വിമർശനം നേരത്തെ തന്നെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുള്ള അതിനുശേഷമുള്ള അവലോകന യോഗങ്ങളിലൊക്കെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിനെതിരെ രൂക്ഷ വിമർശനങ്ങളുണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറിമാരായി കാലാവധി പൂർത്തിയാക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ കൂടുതൽ കാലം പൂർത്തിയാക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇരിക്കാൻ ഒരു ഇരിപ്പിടം എന്നുള്ള നിലയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. ആ കാര്യമൊക്കെ തന്നെ എന്തായാലും ചർച്ചയാകും. ഏറ്റവും എടുത്തു പറയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയമാണ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ജില്ലാ നേതൃത്വത്തിനും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനും ഒരു കാര്യമായിട്ടുള്ള ഒരു മുൻധാരണ ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണ്ണയം കൃത്യമായ ദിശയിലായിരുന്നില്ല. എം മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് ഗുണമുണ്ടായില്ല എന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ എന്ത് തന്നെയായാലും ഈ സമ്മേളനത്തിലുണ്ടാകും. അപ്പോൾ തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഈ ചാത്തന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിലെ ഏരിയ നേതൃത്വങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിഷയങ്ങൾ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ചൂടേറിയ ചർച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രതിനിധി ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ സമ്മേളന വേദിയിൽ പതാക ഉയരും. ഇന്നലെ തന്നെ ദീപശിഖ ജാഥയും അതുപോലെ തന്നെ കൊടിമര ജാഥയൊക്കെ തന്നെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ പതാക ഉയർന്നതോടുകൂടിയാണ് സമ്മേളനം